ചേട്ടൻ ഇങ്ങനെ ഇരുന്നാ മതിയോ? ചേച്ചി പോയിട്ട് ദിവസങ്ങൾ ഇത്രയുമായില്ലേ? ചേട്ടൻ എന്താ വിളിച്ചോണ്ട് വരാത്തത്? ഞാനല്ല അവൾ അവിടെ കൊണ്ടുവന്നാക്കിയത്. ഞാൻ പറഞ്ഞിട്ടല്ല അവൾ പോയത്. ഞാൻ വിളിച്ചിട്ട് അവൾ ഇനി വരികയും വേണ്ട. ചേച്ചി പോയതിൽ ചേട്ടൻ ഒരു ദുഃഖവുമില്ലേ? അവളിവിടെ വരുന്നതിന് മുമ്പും ഞാൻ ദുഃഖിച്ചതല്ലോ കഴിഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചേട്ടനിപ്പോ പഴയാണെന്നുമല്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? ശ്രീദേവി ഇറങ്ങിപ്പോയത് എന്റെ കുറ്റം കൊണ്ടാണ്. അല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ അത്? ചേട്ടനെ വശീകരിച്ചെടുത്ത ശാന്തയുടെ കുറ്റം കൊണ്ട്. നീ എന്താടി പറഞ്ഞത്? നീ നിന്റെ ചേച്ചിക്കൂടെ തുടങ്ങുകയാണ്. നിന്റെ സംസാരം അതിര് കടന്നു പോകുന്നു. അതിര് കിടക്കുന്നത് എന്റെ സംസാരമല്ല, ചേട്ടന്റെ പ്രവൃത്തിയാണ്. ചേച്ചി എന്ത് ചെയ്തിട്ടാണ് ചേട്ടൻ ആ മാനം കെട്ടോടെ പുറകെ പോകുന്നത്? എന്നിട്ട് ഞാനത് പറഞ്ഞതാണോ കുറ്റം? നിർത്തടി. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞു പോകരുത്. പറയും പറയും, 1000 പ്രാവശ്യം പറയും. പറയൂ മാത്രമല്ല, ആ ദുഷ്ടയെ കണ്ടാൽ. മോനെ, എന്താ ഇത്? എന്തുണ്ടായി? പറയൂ. ഇവൾ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒരുപോലെയാണ്. അഹങ്കാരി. എന്തുണ്ടായി മോനെ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോടാ. അമ്മേ, ആശുപത്രി ശാന്തി എന്ന പേരുടെ നഴ്സുണ്ട്. ഇവൾ പറയുകയാണ് ശ്രീദേവി ഉപേക്ഷിച്ചിട്ട് ഞാൻ നഴ്സിന്റെ പിറകെ പോകുകയാണ്. മറ്റാര് പറഞ്ഞാലും ഞാൻ എന്നെ നേരിടും. പക്ഷേ ഇവൾ എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനാണോ ഞാൻ ജീവിക്കുന്നത്? എന്റെ ഭാര്യയുടെയും അനിയത്തിയുടെയും മുമ്പിൽ ഞാൻ തോറ്റുപോയമ്മേ, തോറ്റുപോയി. ഡോക്ടർ, എനിക്ക് വയ്യ, വേദന സഹിക്കാൻ വയ്യ ഡോക്ടർ. ഞാൻ രാഹുലിനോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന്? അന്നൊന്നും കേട്ടില്ല. ഇനി ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. വേണ്ട ഡോക്ടർ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഒരു ഓപ്പറേഷൻ നടത്തിയാണ് എന്റെ ഭാര്യ മരിച്ചത്. അവൾ എന്നേക്കുമായി എന്നെ വിട്ടു പിരിഞ്ഞു പോയി ഡോക്ടർ. മരിക്കാൻ വേണ്ടി ആരും ഓപ്പറേഷൻ നടത്താറില്ല രാഘവ. പക്ഷേ എന്റെ ഭാര്യ മരിച്ചുപോയി ഡോക്ടർ. നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ ഓപ്പറേഷൻ നടത്തണം. അത് നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഞാൻ സമ്മതിക്കില്ല ഡോക്ടർ, ഞാൻ സമ്മതിക്കില്ല. രാഘവൻ, രോഗവിവരം സാധാരണയായി ഡോക്ടർമാർ രോഗികളോട് പറയാറില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ. നിങ്ങളുടെ രോഗം ക്യാൻസറാണ്. ഡോക്ടർ, എന്നെ എങ്ങും കൊണ്ടുപോകുന്ന ഡോക്ടർ. ഒരു ഓപ്പറേഷൻ നടത്തിയാണ് എന്റെ ഭാര്യ മരിച്ചത്.
അവളെന്നേക്കുമായി എന്നെ പിരിഞ്ഞുപോയി ഡോക്ടർ. ഡോക്ടർ, ആ വാക്ക് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാത്ത നിങ്ങളാണോ ഡോക്ടർ? അല്ല, നിങ്ങളൊരു ഡോക്ടറല്ല, എന്റെ കുഞ്ഞിനെ കൊന്ന കൊലയാളി, കൊലയാളി, കൊലയാളി. ശ്രീദേവി, ഡോക്ടർ, 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 ചേട്ടാ. എന്താ ചേച്ചി? ഒന്നുമില്ല. ചേട്ടൻ എന്തോ ആപത്ത് വന്നതുപോലെ. എനിക്കറിയാം ചേച്ചി, ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ ചേച്ചിയെ കൊണ്ടാവില്ല. ചേട്ടനെ കാണണം. അച്ഛൻ എന്നെ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പോൾ അവൻ ചെയ്തതൊക്കെ ശരിയാണെന്നോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സഹിക്കേണ്ടത് എന്റെ കടമയായിരുന്നു അച്ഛ. കഴിഞ്ഞതൊക്കെ മറന്ന് അച്ഛൻ എന്നെ അവിടെ കൊണ്ടു ചെന്നാക്കണം. ശ്രീദേവി, ഞാനാണ് നിർബന്ധിച്ച് നിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഭൂമി പോലെ ആരെയും സ്നേഹിക്കും, വിവാഹം കഴിക്കും. പിന്നെ അവൻ ഭർത്താവാണല്ലോ, അവന്റെ വീട് സ്വർഗമാണല്ലോ. അവന്റെ തനിതർ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അവനെ വേണ്ട, കണ്ടുകൂടാ. ഇതെന്താ തമാശയാണോ? ഞാൻ പറയുന്നത് ജീവിച്ചോണം. മര്യാദയ്ക്ക് ഉറങ്ങ്. അച്ഛാ, എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി? ഒന്നുമില്ലമ്മേ, ഡോക്ടർ ഒന്ന് വിശ്രമിക്കട്ടെ. കുഞ്ഞെ, എന്റെ മോനെ എന്ത് പറ്റി? ഒന്ന് പറയും. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡോക്ടർക്ക് പെട്ടെന്ന് തലകറക്കം ഉണ്ടായി. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. രോഗി മരിക്കുകയും ചെയ്തു. എന്റെ ഈശ്വര, അദ്ദേഹത്തിന് വല്ലാത്ത പരിഭ്രമമായിരുന്നു. എന്താണെന്നറിയില്ല. ഇനി വീട്ടിലെന്തെങ്കിലും? വീട്ടിലിന്ന് ഇവൻ അനുജത്യമായി വഴക്കുണ്ടായി. പിണങ്ങി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലാത്ത അവളെ ഇവൻ അടിച്ചുകൂടി ചെയ്തു. മോനെ, നീ മരിക്കുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. ഞാൻ പോയതുകൊണ്ട് ഒരു കുട്ടി രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് മോനെ ഞാൻ സിസ്റ്റർ ശാന്തയുടെ വീട്ടിൽ പോയത്. ഞാനൊരു ഡോക്ടറല്ലേ മോനെ. പക്ഷേ നിന്റെ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചു, എന്നെ കൊലയാളി എന്ന് വിളിച്ചു. ഞാൻ കൊലയാളിയാണോ മോനെ? നിന്നെ കൊന്നത് ഞാനാണോ മോനെ? നിന്നെ കൊന്നത് ഞാനാണോ? മോൻ മരിക്കുമെന്ന് ഞാൻ എങ്ങനെ നിന്റെ അമ്മയോട് പറയും? ഇതൊന്നും മനസ്സിലാക്കാതെ ശാന്തയുടെ പേരും പറഞ്ഞ് നിന്റെ അമ്മ എന്നെ വിട്ടുപോയി മോനെ. എന്റെ മക്കളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ. ഡോക്ടർ എന്താണ് അമ്മേ പറയുന്നത്? വീട്ടിൽ എന്തുണ്ടായമ്മേ? ഇനി എന്തുണ്ടാകാനാണ് മോളെ? കുടുംബത്തിലാകെ വഴക്കും ബഹളമാണ്. ഇവിടെ ഏതോ ഒരു ശാന്തയുമായി ഇവന് ബന്ധമുണ്ടത്രേ. കുഞ്ഞു മരിച്ചെന്നും ഇവൻ അവിടെ തന്നെയായിരുന്നു. ശ്രീദേവി അതും പറഞ്ഞ പിണങ്ങിപ്പോയത്. അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോ അവൾ ഏതാണ്ട് ഇവന് ഉപേക്ഷിച്ച പോലെയായി. ഞാനാണമ്മേ ആ ശാന്ത. അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനും അദ്ദേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ കാരണം അദ്ദേഹത്തെ ഭാര്യ ഉപേക്ഷിച്ചെന്നു. എന്റെ ആകെ സ്വത്തായി ഈ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോൾ ഞങ്ങൾ കേട്ടതെല്ലാം അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു സർ. എന്തെല്ലാം സംഭവിച്ചാലും സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഓടി വരുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് കിട്ടിയത് നിന്നയും ദുഃഖവും മാത്രം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സംശയിക്കുക സ്വാഭാവികമാണ്. എങ്കിലും
ഇതുപോലൊരു വലിയ മനുഷ്യന്റെ ഭാര്യ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. മതി ശാന്തി, മതി. ഇനി ഒന്നും പറയരുത്. എനിക്ക് കേൾക്കാനുള്ള ശക്തിയില്ല. എന്നോട് ക്ഷമിക്കുക. എന്റെ ഈശ്വര, എനിക്കെങ്ങനെ ഈ മാറ്റം വന്നു? അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്കെങ്ങനെ മനസ്സ് വന്നു? മോള് ശ്രീദേവി, കുട്ടിക്കാലം മുതൽ എന്നെ ലാളിച്ചും ഉപദേശിച്ചും വളർത്തിയ എന്റെ അച്ഛന് ഈ ദുർവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ എന്നെ ശിക്ഷിക്കാമായിരുന്നില്ലേ? ഭർത്താവിനെ ഉപേക്ഷിച്ച് നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാമായിരുന്നില്ലേ? അച്ഛന്റെ പിടിവാശി എന്നെ ബലിയാടാക്കുകയല്ലായിരുന്നു. അച്ഛന് തെറ്റുപറ്റി മോളെ. ഒരച്ഛന് കുട്ടികളോട് എത്ര വാത്സല്യമുണ്ടെങ്കിലും ഒരിക്കലും ഒരു അമ്മയാകാൻ സാധ്യമല്ല. അമ്മയില്ലാത്ത ദുഃഖം നിന്നെ അറിയിക്കാതിരിക്കാൻ ഞാൻ അത്രമാത്രം നിന്നെ ലാളിച്ചു, സ്നേഹിച്ചു. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ നിനക്ക് സംഭവിക്കില്ലായിരുന്നു മോളെ. നീ ഒരു ഭാര്യയാണെന്നും അമ്മയാണെന്നും മനസ്സിലാക്കാൻ അച്ഛന് കഴിയാതെ പോയി മോളെ. എന്റെ മോള് അച്ഛന് മാപ്പ് തരും. എനിക്ക് അദ്ദേഹത്തെ കാണണം, മാപ്പ് ചോദിക്കണം. എങ്കിലിനി ഒട്ടും താമസിക്കരുത്. അദ്ദേഹം അവശ നിലയിൽ ആശുപത്രിയിലാണ്. വരും മോളെ, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം. ശ്രീദേവി, മോളെ മോളെ ശ്രീദേവി, വേഗം കൊണ്ടുപോ, എന്നെ വേഗം കൊണ്ടുപോ. എനിക്കുടനെ അദ്ദേഹത്തെ കാണണം. എന്തിനാ അമ്മയെ കരയുന്നത്? എല്ലാരും അമ്മയെ വിട്ടിട്ട് പോയതുപോലെ ഞാനും വിട്ടിട്ട് പോകുമെന്ന് കരുതിയാണ്. അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങും പോകില്ല അമ്മേ. എന്താ ചേട്ടാ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? രാധേ, നിനക്കത് മനസ്സിലാവില്ല. ഞാനിപ്പോ ഡോക്ടറല്ല, രോഗിയാണ്. എനിക്കിനി ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഒരു സർജന് വേണ്ടത് ആത്മവിശ്വാസവും ധൈര്യവുമാണ്. ശ്രീദേവി പോയതോടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയിട്ടും ശ്രീദേവി ഇവിടം വരെ ഒന്നും വന്നില്ലല്ലോ മോനെ. ശ്രീദേവിക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ അവൾ എന്നെ പിരിഞ്ഞു കഴിയുമായിരുന്നു. അവൾ എന്നെ എന്നേ മറന്നു അമ്മേ. അവൾ എന്നെ മറന്നുവെങ്കിലും എനിക്ക് അവളെ മറക്കാൻ കഴിയും. ഞാൻ ഒരിക്കലും മറക്കുകയുമില്ല. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണമ്മേ. ഡോക്ടർ, ഡോക്ടർ മിസ്സസ് ഡോക്ടറെ കാണാൻ വരുന്ന വഴിക്ക് കാർ ആക്സിഡന്റ് ആയി. കാഷ്വാലിറ്റി കിടത്തിയിരിക്കുകയാണ്. ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് കരയുന്നു. വളരെ സീരിയസ് ആണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? വരും മോനെ, നമുക്കൊന്ന് പോയി കാണാം. ശരിയമ്മേ. ശ്രീദേവി, എന്നോട് ക്ഷമിച്ചൊന്ന് പറയൂ ചേട്ടാ.
ശ്രീദേവിക്ക് ശരീരത്തിന് കനത്ത അടി കിട്ടിയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഏതെങ്കിലും ഡോക്ടർ ഉടനെ വിളിക്കൂ. വേഗം വേണം. വേണ്ട വേണ്ട, മറ്റാരെയും വിളിക്കണ്ട. ചേട്ടൻ തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി. മറ്റാരും ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ? സുരേഷ്, നീ എന്താണ് ഈ പറയുന്നത്? നീ ഒരു ഡോക്ടറല്ലേ? സുരേഷ്, എന്നോട് ക്ഷമിക്കൂ സുരേഷ്. ഞാൻ യാചിക്കാം. എന്റെ മകളെ രക്ഷിക്കൂ സുരേഷ്, രക്ഷിക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ശക്തിയില്ല. എന്റെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു. സുരേഷ്, ഇതിനാണ് നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയത്. നീ ഒരു കഴിവുള്ള ഡോക്ടറാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ എനിക്കിത് അഭിമാനമായിരുന്നു. ഇപ്പൊ നിനക്ക് നിന്റെ ഭാര്യയെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല അല്ലേ? നീ ഒരു ഡോക്ടറാണോ? എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ച എനിക്ക് എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന്. ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ അത് വിജയിക്കില്ലെന്ന്. എന്റെ ശ്രീദേവിയെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ചേട്ടാ ചേട്ടാ, ചേട്ടൻ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ മരിച്ച ചേട്ടന്റെ കാലടിയിൽ വന്ന് മരിച്ചു എന്നുള്ള തൃപ്തിയെങ്കിലും എനിക്ക് കിട്ടും. നേരെ മറിച്ച് ചേട്ടന്റെ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് ഞാൻ മരിച്ച എന്റെ ആത്മാവിശ്വാസം കിട്ടില്ല ചേട്ടാ. ചേട്ടൻ ഒരു ഡോക്ടറാണ്. ചേട്ടൻ ആരെയും കൊല്ലാൻ കഴിയില്ല. രക്ഷിക്കാനേ കഴിയും. എന്നെ രക്ഷിക്കും. എനിക്ക് മാപ്പ് തരും. സിസ്റ്റർ, വേഗം ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാകും. ഞാൻ ഓപ്പറേറ്റ്